ബെയിലി ദാസിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇത്രയും നേരം പ്രതികരണം വരുന്നുണ്ട്, നോക്കാം. ബെയിലി ദാസിനെ ഇപ്പോൾ വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജൂനിയർ അഭിഭാഷകയെ ആയ ഷാമിലിയെ ക്രൂരമായി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ജൂനിയർ അഭിഭാഷകയായ ഷാമിലിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചതിനെ തുടർന്നാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തത്. ഒളിവിൽ പോയ ബെയിലി ദാസിനെ തുമ്പയിൽ നിന്ന് വഞ്ചിയൂർ പോലീസ് കൊടുത്ത വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിടികൂടുകയായിരുന്നു. ഇപ്പോൾ ബെയിലി ദാസിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്കൊപ്പം സുനിഷയുണ്ട്. ഇപ്പോൾ ബെയിലി ദാസ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ ഇരിക്കവെയാണ് ബെയിലി ദാസിനെ തുമ്പയിൽ നിന്ന് വഞ്ചിയൂർ പോലീസ് നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസ് പിടികൂടി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് ബെയിലിൻ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ഏറെ നാടകീയമായ സംഭവങ്ങളാണ് അന്ന് വഞ്ചിയൂർ കോടതി വളപ്പിനകത്തുണ്ടായത്. ബാർ കൗൺസിലിൻ്റെ വലിയ പ്രതിഷേധം കണ്ടു. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ ബെയിലിൻ ദാസിനെ രക്ഷപ്പെടുത്താൻ സഹായിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സുനിഷ, ഇപ്പോൾ ബെയിലിൻ ദാസിനെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ചോദ്യം ചെയ്തതിനു ശേഷം വഞ്ചിയൂർ കോടതിയിൽ കൊണ്ടുപോകും. ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, അല്ലേ? അതെ അരുൺ, ഇത് അല്പസമയം മുമ്പാണ് ബെയിലിൻ ദാസിനെ ഇവിടെ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. നേരത്തെ തന്നെ തുമ്പയിൽ നിന്ന് ഇയാളെ പിടികൂടുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇപ്പോൾ ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഈ ബെയിലിൻ ദാസിന്റെ സഹോദരൻ ഒരു ബാങ്ക് ഇടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യം, അതിലൂടെയാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് എന്ന് നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ സ്റ്റേഷൻ കടവിൽ നിന്ന് കാറിൽ പോകവേ തുമ്പ പോലീസ് പിന്നീട് ഇയാളെ വളയുകയായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഇപ്പോൾ വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പ് വഞ്ചിയൂർ കോടതിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഈ ബെയിലിൻ ദാസിനെ ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ സംസാരിച്ചപ്പോൾ അയാൾ പറയുന്നത് എല്ലാം കോടതിയിൽ പറയുമെന്നുള്ളതാണ് അഭിഭാഷകനായ ബെയിലിൻ ദാസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും വിഷയങ്ങളൊക്കെ തന്നെ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, താൻ ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല, ഇത്തരം ആക്രമണത്തിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളായിരുന്നു, മർദ്ദിച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ബെയിലിൻ ദാസ് ഈ കോടതിയിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത് ഇവിടെ ആവർത്തിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ കുറ്റമറ്റ രീതിയിൽ തന്നെ ഇടപെടൽ നടത്തണമെന്നുള്ളത് സർക്കാർ തലത്തിൽ തന്നെ പറയുകയും ചെയ്തിരുന്നു. പി രാജീവ് നേരിട്ടെത്തി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കം കൃത്യമായ നടപടി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. പിന്നാലെ തന്നെ 3 ദിവസമായി ഈ ബെയിലിൻ ദാസ് ഒളിവിൽ കഴിയുകയാണ്. അതിനിടയിൽ ഇന്നാണ് പിടിയിലാകുന്നത് എന്നുള്ളത് നാടകീയമായിട്ടാണെന്ന് തോന്നുന്നു. സ്റ്റേഷൻ കടവിൽ നിന്ന് പിടികൂടുമ്പോൾ കാറിൽ പോകവേ തുമ്പ പോലീസ് വളഞ്ഞ് ബെയിലിൻ ദാസിന്റെ വാഹനത്തിന് കുറുകെയിട്ടൊക്കെയാണ് പിടികൂടിയതല്ലേ? അതെ അരുൺ, പൂർണ്ണമായും ഒരു നാടകീയമായ തരത്തിൽ തന്നെയായിരുന്നു. അതായത് ഈ 3 ദിവസമായി ബെയിലിൻ ദാസ് ഒളിവിൽ കഴിയുകയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. പിന്നാലെ ഇന്ന്, അതായത് ഈ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അക്കൗണ്ട് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇയാൾ എവിടെയുണ്ട് എന്ന് ട്രേസ് ചെയ്യാൻ പോലീസിന് കഴിയുന്നത് എന്നുള്ളതാണ്. പിന്നാലെയാണ് സ്റ്റേഷൻ കടവിലേക്ക് പോലീസ് എത്തുന്നത്. വഞ്ചിയൂർ പോലീസ് നേരിട്ട് തുമ്പ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുന്നു. പിന്നാലെ തുമ്പ പോലീസ് ഇയാൾ സ്റ്റേഷൻ കടവിൽ വെച്ച് ഈ കാറിൽ പോവുകയായിരുന്നു. ഈ കാറിൽ പോകുന്ന വഴിയിൽ തുമ്പ പോലീസ് വളയുന്നു. പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മറ്റു കൂടുതൽ വിവരങ്ങൾ നൽകാം. എന്തായാലും ബെയിലിൻ ദാസിന് പറയാനുള്ളത് കോടതിയിൽ പറയാം എന്നാണ് മാധ്യമങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി ബെയിലിൻ ദാസ് ഒളിവിലായിരുന്നു. വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് ഷാമിലിയെ മർദ്ദിച്ച ഈ ബെയിലിൻ ദാസ്.